Agreed. സമ്മതിച്ചു. ദാ ചെക്ക്. നോ കണ്ടീഷൻ. സാറ് പറയുന്ന വില. സാറ് പറയുന്ന വ്യവസ്ഥ. അല്ല, എന്റെ മക്കള്. അതെ, അതും ചേർത്താ വില. എങ്ങനെ? അതല്ല, മതി. മക്കളോട് ചോദിച്ചിട്ട് മതി. മതി. പക്ഷേ താമസിപ്പിക്കരുത്. വില ഉറപ്പിച്ചോ? അതല്ല, ഈ വീട് വിൽക്കുന്നത് അവരെ അറിയിച്ചിട്ടല്ല. വീടെന്താ അവരുടെ പേരിലാണോ? ആണോ? അല്ല, വീട് സ്ഥലമൊക്കെ എൻ്റെ പേര് തന്നെയാണ്. പക്ഷേ ഇത് അവർക്ക് വേണ്ടി വിൽക്കുവാണെന്ന് അറിഞ്ഞാൽ അവർ വിഷമിക്കും. ചിലപ്പോൾ അവരുടെ പഠിപ്പ് വരെ അവസാനിപ്പിച്ച് അവർ തിരിച്ചു വരും. അവരുടെ കോഴ്സ് കഴിയാൻ ഇനി 6 മാസം വേണം. ബ്രദറിന്റെ കാര്യം മനസ്സിലായോ? അതായത് 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കുന്നു അല്ലേ? രജിസ്ട്രേഷൻ കച്ചവടമൊക്കെ ഇപ്പം തന്നെ നടത്താം. പക്ഷെ ഞാനിത് വിറ്റൂന്ന് ആരെ അറിയിക്കാതെ നിങ്ങൾ 6 മാസം കൂടി പൊറുക്കണം. ഓ, പൊറുക്കണം, മനസ്സിലായി. പണം തന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഈ വീട് ഈ സാറുമാരുടെ പേരിലായാലും പിന്നെ ഒരു 6 മാസം കൂടി ചേട്ടൻ ഇവിടെ പൊറുക്കണമെന്ന്, ശരിയല്ലേ? എന്ന് പറഞ്ഞ് ഇവർക്ക് പൊറുക്കാൻ പറ്റുമോ? ഇവർക്ക് പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പൊറുക്കാനേ പറ്റില്ല. ചേട്ടാണെങ്കിൽ പൊറുക്കോ? പൊറുക്കൊക്കെ പൊറുക്കോന്ന് പറ. സാറിന്റെ മനസ്സിന്റെ മുറിവ് ഞങ്ങൾക്ക് മനസ്സിലാവും. അത് പൊറിപ്പിക്കാനും മരുന്നുണ്ട്. സാറ് പറ. സാറിന് ഇപ്പോൾ ആവശ്യമായ പണം വേണം. അതിന് വീട് വിൽക്കണം. പക്ഷേ കുട്ടികളത് അറിയാനും പാടില്ല. അതല്ലേ? സാറിന് ഞങ്ങൾ പണം തരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ അറിയിക്കാതെ രജിസ്ട്രേഷൻ നടത്തിയാലും അത് പുറത്തു പോകും. സാറിന്റെ കുട്ടികൾ അതറിയും. അവർ വിഷമിക്കും. അവർ വിഷമിച്ചാൽ ഞങ്ങളും വിഷമിക്കും. ഞങ്ങൾക്ക് സാറിന് വിശ്വാസമാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പൊ വേണ്ട. അല്ല, അത് ഒന്നുമില്ല. ആരും അറിയണ്ട ഒന്നും. പിന്നെ അതുവരെ ഞങ്ങൾ സാറിന്റെ കൂടെ ഇവിടെ താമസിക്കും. എന്താ? വാടകയ്ക്ക്. വീടിന്റെ മുകൾ വശം ഒഴിഞ്ഞു കിടക്കയില്ലേ ഇവിടെ? ഏതായാലും സാർ ഇവിടെ ഒറ്റയ്ക്കാം. സാറിന് വയസ്സുകാലത്ത് ഒരു കൂട്ടിന്, പിന്നെ ഒരു 2000 രൂപ വാടകയും കിട്ടും. അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒന്നുമില്ല. പല വേഷങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതും അതിലൊരു വേഷം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സാറേ? ഇതൊക്കെയല്ലേ സാറേ ഒരു കോളേജ് ലൈഫ്. താങ്ക് യു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നോ താങ്ക്സ്. ദൈവമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഐ ലവ് യു. ഐ ഡു. വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ. എന്താ ലൗസീന? ബ്രദർ ഇങ്ങനെ വഴക്കിട്ടിരുന്നാലോ? എന്റെ ബ്രദറെ അങ്ങനെ എല്ലാ കാര്യവും എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ബ്രദർ ഒന്നും പറയണ്ട. ബ്രദർ ഇത് ഒരു കോയിലേർപ്പാടായി പോയി. എന്തുറപ്പില്ല ബ്രദർ ഉള്ളത് മുഴുവനാക്കി ഇട്ട് കൊടുത്തത്. ബ്രദറെ, അത് അപ്പ ദൈവം തോന്നിപ്പിച്ചു ഒരു ബുദ്ധി. സംഗതി ഏറ്റില്ലേ? പിന്നെ ഏറ്റ്. ബ്രദറിന്റെ ബുദ്ധി ഏറ്റ്. ബ്രദർ ഇപ്പൊ അങ്ങേർക്ക് ദൈവമാണല്ലോ. നിങ്ങളുടെ ദൈവം കൊണ്ട് എത്തിച്ചാണെന്നാണല്ലോ അങ്ങനെ പറഞ്ഞത്. ബ്രദറെ, നിങ്ങളെ എന്ന് പറഞ്ഞത് നമ്മുടെ രണ്ടുപേരെ ഉദ്ദേശിച്ചല്ലേ? എന്നിട്ട് ബ്രദറിനെ മാത്രമല്ല അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ളൂ. അതാ ബ്രദർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കെട്ടിപ്പിടിച്ച ബ്രദറിനെ കെട്ടിപ്പിടിച്ച പോലെ തന്നെയല്ലേ? എന്നിട്ട് ഇന്നലെ രാത്രി വെള്ളം അടിച്ചപ്പോ കണ്ടില്ല. ഒരാൾക്കുള്ളത് ഉള്ളത് അത് ഞാൻ അടിച്ചോട്ടെ ചോദിച്ചോ. ബ്രദർ എന്താ പറഞ്ഞത്? സമം സമം, രണ്ടുപേർക്കും സമം സമം. അയ്യേ, കണ്ടുപിടിക്കുന്ന പോലെയാണോ ഇത്? അത് പറയണ്ട. ഒക്കെ ഭംഗിയായിട്ട് നടക്കും, എനിക്ക് ഉറപ്പാ. പിന്നെ ഇനി ബ്രദറിന് സംശയമാണെങ്കിൽ ഞാൻ പോയത് തിരിച്ചു വാങ്ങിച്ചിട്ട് വരാം. എന്താ എന്താ ഞാൻ പോയി വാങ്ങിക്കട്ടെ? വേണ്ട. ബ്രദറിന് ഉറപ്പാണെങ്കിൽ വേണ്ട. പക്ഷെ ഉറപ്പാണോ? ഉറപ്പ്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ വന്നാൽ നമ്മൾ ആ വീട്ടിലേക്ക് താമസം മാറ്റും. ജോൺ സാറിനോട് നമ്മുടെ മനസ്സിലിരിപ്പ് നമ്മൾ തുറന്നു പറയും. അദ്ദേഹം സന്തോഷം കൊണ്ട് ഓടിച്ചാടി ചെന്ന് തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് പറയുന്നു, തങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ സഹായിച്ച വിശാല ഹൃദയരായ നമ്മളെക്കുറിച്ച്, 2 സുന്ദര കുട്ടപ്പന്മാരായ നമ്മളെക്കുറിച്ച്. എന്താ? സുന്ദര കുട്ടപ്പന്മാരായ. ഇഷ്ടായില്ലേ? ഓക്കെ. അവരുടെ മനസ്സ് അനുരാഗം കൊണ്ട് ബ്യൂട്ടിഫുൾ ആകുന്നു. അവർ അദ്ദേഹത്തോട് സമ്മതിക്കുന്നു. അത് കേട്ട് വണ്ടറടിച്ച് ജോൺ സാറ് അങ്ങനെ നമ്മളെ കാണാൻ വരും. വരുമല്ലോ ബ്രദറെ? വരും ബ്രദറെ. ഉറപ്പാണോ? ഉറപ്പ്. കമ്മിങ് സൂൺ. ഇവിടെ ഒരു പാട്ട് വേണ്ടായിരുന്നു ബ്രദറെ. ബ്രദറെ, നമുക്ക് ഈ കള്ളുകൂടി അങ്ങ് നിർത്തിയാലോ? അപ്പൊ നമ്മുടെ സ്വഭാവം ചെയ്തായി പോവില്ലേ? കുറച്ചാലോ? നമ്മുടെ പല ചീത്ത സ്വഭാവങ്ങൾ നിർത്തണം ബ്രദറെ. ഈ അടിയിടിയൊക്കെ. എന്നിട്ട് എന്തെങ്കിലും കൃഷി തുടങ്ങാം. എന്ത് കൃഷി? ജാതി കൃഷിയായാലോ? കുറേ ജാതികളുള്ള ഒരു തോട്ടം. ഏയ്, ജാതി ഒന്നേ പാടുള്ളൂന്നാ. എന്നാ വേറെ എന്തെങ്കിലും കൃഷി എന്താ? ശരിയാ. 1-2 നല്ല കൃഷികൾ ചെയ്യണം. ബ്രദറെ, ആ ജോൺ സാറ് നമ്മൾ ചതിക്കുവോ? ഏയ്, ആ കൊച്ചുങ്ങൾക്ക് നമ്മൾ ഇഷ്ടമാതെ വരുമോ?
ഏയ് ഉറപ്പല്ലേ? പിന്നെ എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഈശോയെ. ഛേ. ഛെ, വെറുതെ ഓരോന്ന് ചോദിച്ച് മനുഷ്യന്റെ ഉറക്കം കള. അതെ ബ്രദറിന്റെ ഉറപ്പ് കിട്ടിയപ്പോഴേ എനിക്ക് സമാനമായത്. ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട്. ദേ കാലത്ത് എഴുന്നിട്ട് എക്സസൈസ് ചെയ്യാനുള്ള കിടന്നുറങ്ങാൻ നോക്കി. അല്ല എത്ര പെട്ടെന്ന് നേരം വെളുത്ത. ബ്രദറെ പള്ളിയിൽ 1 മണി അടിച്ച് വാ, വ്യായാമം ചെയ്യാം. എനിക്കും കൂടെ വേണ്ടി ബ്രദർ ചെയ്താൽ മതി. ആ നാളെ എൻ്റെ ബ്രദർ ചെയ്തോളണം കേട്ടോ. ഈശോയെ മസിലൊക്കെ പെരുത്തു വരണേ. എൻ്റെ അമ്മയെ മോനം കൂടിയ എനിക്ക് ബ്രദറിന് ഏതുണ്ടി എളുപ്പം കാലത്ത് ഇതുവരെ ഉറങ്ങിയില്ലേ? വിജയാഘോഷമായിരിക്കും അല്ലേ? മനസ്സിലായില്ല. നിങ്ങളാണല്ലേ ജോൺ സാമുവലിന്റെ സ്പോൺസേഴ്സ്? അതെ, നമ്മളാരാ? ഞാൻ ഐസക്, ഇത് ആൽബർട്ട്. കുറച്ച് കുഴപ്പക്കാരാ. ഓഹോ, എന്നാ പിന്നെ കുഴപ്പക്കാരി ചെയ്യില്ലേ, കിടക്കണമായിരുന്നു. ഇവിടെ കിടന്നു, പക്ഷേ ഇനി അവിടെ കയറി കിടക്കാൻ നോക്കരുത്. ആ ജോണിന്റെ വീട്ടിലെ. അല്ല, അങ്ങനെ കേട്ടു. 2 പെങ്കൊച്ചുങ്ങളുള്ള വീടാത്. അവരാണെങ്കിൽ ചിലപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ളതാ. ഇറങ്ങി പോടാ അവിടുന്ന്. നീക്കെന്താ ഭീഷണിപ്പെടുത്ത? ഏയ് അവന്മാരാണ് ബ്രദറെ. ഏത് നമ്മുടെ ജോൺ സാറിന്റെ മക്കളെ പൊക്കാൻ നടക്കണ അല്ലേ? മറ്റവൻ പറഞ്ഞ ഗജപോക്കറികള്. പോക്കിത്തരം പറഞ്ഞുണ്ടല്ലോ. ഏയ് ഇവന്മാരെ നമ്മൾ ഉണ്ടാക്കുന്നു. ഓടാ പോയിക്കണം ഉറങ്ങും. എന്താടാ ചേടാ ബ്രദറിനെ കണ്ടപ്പോ കണ്ണ് കള്ളിപ്പോയാ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയാ? ഞാൻ ഒറ്റക്ക് മതിയാടാ. വേടാ സോറി, അത് പേര് ബ്രദറിന്റെ പേരാ രജനീകാന്ത്. സ്റ്റൈല് കണ്ടില്ലേ? ഓടാപ്പ പോടാപ്പ ഓടാപ്പാ. ആളും കുടിച്ച് കണ്ണും കാണാൻ. ബ്രദർ വാ. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല.